അല്ലെങ്കിൽ വിശ്വാസവും ഏറ്റവും വലിയൊരു വിശ്വാസം ഇതിൽ വിജയിക്കാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഇതിൽ വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസവും എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ 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 അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാല് നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർ, ഇവിടെ ഇപ്പൊ സക്സസ് ആയിട്ട് വരുന്ന ആൾക്കാർ, ഇപ്പൊ ക്രൗൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയമണ്ട് ആയിക്കോട്ടെ, ക്രൗൺ ആയിക്കോട്ടെ, UCD ആയിക്കോട്ടെ, അങ്ങനെ സ്റ്റേജിൽ നമ്മൾ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ആ കാണുന്ന ആൾക്കാരൊക്കെ ആ സ്റ്റേജിൽ കാണുന്ന സമയത്ത് ഇവര് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇവർക്ക് നന്നായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായാൽ, മോർണിംഗ് പ്രോഗ്രാമിൽ ഉണ്ടായാൽ തന്നെ നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. അത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. യെസ് ഓർ നോ? അതെ അതെ, തീർച്ചയായും. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ അതൊക്കെ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, FRUവിനെ കുറിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ചോദിക്കുകയാണ്. ഈ FRUവിന് ഇപ്പൊ 2-3 പേര് കൂടെ വരുന്നത് ലേഡീസ് ആണോ? അതെ, ഞങ്ങളുടെ ടീം ലേഡീസ് ആണ് മൊത്തം. ലേഡീസ് മാത്രമേ ഉള്ളൂ, 2 പേര് ലേഡീസ് ആണ്. ഓക്കെ, ഈ ലേഡീസ് ഇപ്പൊ മാഡത്തിനായാലും ഈ ഇത്രയും ദിവസം 4-5-6 ദിവസം മാറ്റി വെക്കുക, വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, അതിനുള്ള എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അവതരിപ്പിച്ച് ഇവരിപ്പോ വന്നത്? അവരും കൂടി വരുന്നതിന്റെ ആ ഒരു പിന്നിലെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് അതിന്റെ പോയിന്റ്? അവർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാമ്പത്തികമായിട്ട് അവര് ഭയങ്കര ബുദ്ധിമുട്ടി. എന്നാലും പക്ഷെ അവരുടെ മനസ്സിൽ എന്തായാലും വന്നം എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തോടെ അവര് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വിറ്റു. എന്തായാലും അതിനുള്ള പിന്നെ നമ്മളുടെ ഈ കഴിഞ്ഞോടത്തെ ഫണ്ടും ഒക്കെ കൂടി കൂട്ടി ആണ് അവര് പോയി ഇറങ്ങി തിരിച്ചേക്കുന്നത്. കാരണം അവർക്കും എന്തായാലും FRU പോയ അടുത്ത തവണ ക്രൗൺ ആണെന്നും എല്ലാരും തെളിയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മിനിമം കഴിഞ്ഞ വർഷം പോയപ്പോ ഈ തവണ ക്രൗൺ ആയി. അതുപോലെ തന്നെ അനീഷ് സാറ് പോയി പിറ്റേ ദിവസം ക്രൗൺ ആയി. അപ്പൊ ഞങ്ങളോട് പറയും ഈ വർഷം വന്ന ക്രൗൺ വേഗം ആകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാരും ക്രൗൺ ആകാനുള്ള ഒരൊറ്റ തയ്യാറെടുപ്പിലാണ്. അപ്പൊ അവരതിനുള്ള ഫണ്ട് കിട്ടിയത് നമ്മളെ പ്രൊഡക്ട്സും കൊടുത്തും അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞോടത്തെ ഫണ്ടും ഒക്കെ കൂടി സ്വരൂപിച്ചാണ് അവര് വരുന്നത്. ഓക്കെ, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വീട്ടില് ഇപ്പൊ ഇത്രയും സമയം മാറി നിൽക്കുമ്പോ വീട്ടില് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് മറികടക്കാനായിട്ട്? ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കില് എന്റെ മോള് ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. മോള് കുറച്ചു ദിവസത്തെ ലീവിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഈ ഞാൻ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും പോകും. അപ്പൊ എന്നോട് അമ്മ ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ഉണ്ടാവൂലല്ലോ അമ്മ, അപ്പോഴേക്കും അമ്മ പോകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മോയെ, ഈ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, നമ്മളെ കുടുംബത്തിന് വേണ്ടി നല്ല കാര്യത്തിന് വേണ്ടി, അപ്പൊ അമ്മ പോയിട്ട് വേഗം വരാം, അതുവരെ നിങ്ങള് നിങ്ങളുടേതായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ എനിക്ക് സമാധാനമായി. പിന്നെ എന്റെ അമ്മയുണ്ട് വീട്ടില്, ഹസ്ബൻഡും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാരും. അപ്പൊ ഇത്തവണ ഹസ്ബൻഡിനെ കൂട്ടി പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടില് ഒരു സർപ്പത്തിന്റെ ഒരു പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ 30-ാം തീയതി നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഞാൻ കഴിഞ്ഞോണ പോണെന്നാണ്, പോയാല് എനിക്ക് അതിൽ നിന്ന് കാരണം കഴിഞ്ഞോണ ഞാൻ ആ വീഡിയോ കണ്ടപ്പോ തൊട്ട് എന്റെ മനസ്സിലുള്ള കാര്യമാണ് എനിക്കത് പോണം എന്നുള്ളത്. പക്ഷെ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടോട് തന്നെയാണ് പോണത് ഞാൻ. അതുപോലെ അവരും മക്കളെയും കൊണ്ടാണ് വന്നത്. എല്ലാരും കുറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇതെന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ എല്ലാരും അതിനുള്ള സാഹചര്യമൊക്കെ ദൈവം നമുക്ക് തന്നു എന്ന് തന്നെ പറയാം.